ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് ജീവിക്കണ്ടേ? എന്തുവാണ് ബ്ലോഗർ അയ്യോ ആ ടെന്റുകളെല്ലാം ബാഗ് ഉണ്ട്. മഞ്ഞ് ഇവിടെ ഉണ്ട്. ഇപ്പൊ സമയം രാവിലെ 6:30. ഈ റെയിൻകോട്ടും ഹെൽമെറ്റും ആയിട്ട് നമ്മൾ എവിടെ പോകുന്നറിയാമോ? നമ്മൾ തിരുവനന്തപുരത്തെ പൊന്മുടിയിലോട്ട് പോവാ. ഞാനും ഭരതണ്ണും മജീഷണ്ണും അനന്തുവണ്ണും പിന്നെ അംശം കണ്ണപ്പനും. ബൈ ബൈ വ്ളോഗ്. നിങ്ങൾ വ്ളോഗ് എടുക്കൂല്ലേ? ഇല്ലേ വ്ളോഗ്. അപ്പൊ നമ്മൾ അനന്തുവണ്ണന്റെ വീട്ടിൽ വന്നിട്ട് നമ്മള് പൊന്മുടിയിലോട്ട് പോവാൻ പോവാ. ഞാനും മജീഷണ്ണും നോക്ക്, ഞാനും മജീഷണ്ണുമാണ് ഒരു ടീം. ഭരതണ്ണും അനന്തുവണ്ണും നമ്മൾ ഫ്രണ്ടിൽ പോയി. കണ്ണപ്പനും അംശം വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ബാക്കി നമുക്ക് പോകുന്ന സംസാരിക്കും. നമ്മള് ആലഞ്ചേരി പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ഥിരം പെട്രോൾ അടിക്കുന്ന പമ്പ്. ഒരു മാസമായി വണ്ടി എടുത്തിട്ട് കുരുക്കി ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് വെച്ചു. ബാക്കി എണ്ണ കണ്ട് നമ്മൾ 135 വണ്ടിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ 600 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് ഈ എണ്ണ ഇല്ലെന്ന് പറഞ്ഞ് നമ്മളെ ഈ പമ്പിൽ കൊണ്ടുവന്നില്ല. നമ്മൾ വേറെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതൊരു പമ്പിൽ കയറി എണ്ണ അടിച്ചാൽ എണ്ണ ഇല്ലെന്ന് പറഞ്ഞ് ഈ പമ്പിൽ കൊണ്ട് കയറിയിട്ട് 600 രൂപയ്ക്ക് അടിച്ചിട്ട് മറ്റേ 600 രൂപയ്ക്ക് അടിക്കുന്നതിന് മുന്നേ ടാങ്ക് ഫുൾ ടാങ്ക് ആയി. ഇതെന്തുവാ രാവിലെ തന്നെ കിട്ടിയ പണി പറ്റുന്നത് പറയാം. പണിയല്ല ഇത്. ഞാൻ വണ്ടി ബുള്ളറ്റ് എടുത്തിട്ട് കുറെ ദിവസമായി. അപ്പൊ ഇതിനകത്ത് എണ്ണ ഉണ്ടാക്കാൻ അറിയത്തില്ല. വണ്ടി റിസർവ് ആയിരുന്നു നടന്നത്. ഇനിയിപ്പോ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആകത്തില്ലായിരിക്കും. നാളെ നേരത്തെ ആവട്ടെ. നമ്മള് ക്രൂവായിട്ട് എവിടൊക്കെ എന്തെല്ലാം കാര്യത്തിന് പോയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ എവിടെ പോയിട്ടുണ്ടോ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മള് ക്രൂവായിട്ട് പോയിട്ടുള്ളിടത്തോ നമ്മൾ 6 പേരുടെ പോയിട്ടുള്ള എന്തേലും കാര്യം ഇതിലെയാണ് പുതിയകുളവിലോട്ട് പോകുന്ന. ഇവിടെ കണ്ട മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പ്രാർത്ഥന പോലെ തന്നെ ചെറിയ മഴ ചാരി തുടങ്ങുന്നത്. പൊന്മുടി ചെല്ലുമ്പോഴേക്കും മഴ ഇതേണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി ഒരു കാര്യങ്ങളെല്ലാം കിട്ടിയത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരിടത്ത് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും എന്ത് നിർത്തിയില്ല. പക്ഷേ നമ്മൾ നിർത്തിയില്ല. നമ്മൾ നിർത്തി പക്ഷെ ഇവിടുന്ന് കഴിക്കുന്നില്ല പറഞ്ഞ് വീട്ടിൽ പോകും. അതാണ് നിർത്താതെ. ദോശ മാത്രമേ ഉള്ളൂ. ദോശ മതിയായിരുന്നു. നിങ്ങൾ കഴിക്കുന്നില്ല. വണ്ടി എടുത്ത് അങ്ങനെ നമ്മള് അതിന്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? അവിടെ നിർത്താൻ എന്താ? അവിടെ നിർത്താൻ എന്താ? ആ മറ്റേ ഹോട്ടലിൽ അവിടെ ദോശ മാത്രമേ ഉള്ളൂ. ദോശ. നമ്മളൊരു നല്ല ബ്ലോഗർ ഇത് ഇട്ടാ മതി. ഇടും. നമ്മുടെ പ്രഭാത ഭക്ഷണം വന്നിട്ടുണ്ട്. അവര് ഗ്രീൻ പീസ് ഒക്കെ കേട്ടോ. മജീഷണ്ണ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് മജീഷണ്ണ ഓംലെറ്റ്. നമ്മൾ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പൊന്മുടിയിലോട്ട് പോവാം. പക്ഷേ ഇനി ഇവിടെ എത്ര കിലോമീറ്റർ ആണ്? 24 കിലോമീറ്റർ ഉണ്ട്. 24 കിലോമീറ്റർ ഇവിടുന്നുണ്ട്. അതായിരിക്കും പൊന്മുടി എന്നാണ് നമ്മുടെ ഊഹം. അവിടെ നല്ല കോള ഇറങ്ങി കിടക്കുന്നുണ്ടോ? പക്ഷെ നല്ല രസമുണ്ടല്ലേ ആ വ്യൂ ആണ്. ഈ വളവ് ഇതാണ് പൊന്മുടിയിലോട്ടുള്ള എൻട്രി. ഇതാണ് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. നമുക്ക് കയറ്റി വിട്ട് തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. കയറ്റി വിട്ട് തുടങ്ങിയാണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ എൻട്രിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു വണ്ടിക്ക് 100 രൂപ എന്താണ്. അപ്പോൾ നമ്മൾ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. വെൽക്കം ടു പൊന്മുടി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ. അല്ല, ഒരാൾക്കല്ല, 2 പേർക്ക് 100 രൂപ വണ്ടിക്ക്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളാണ് പൊന്മുടിയുടെ എൻട്രി കഴിഞ്ഞ് നമ്മളാണ് കയറി പോയിട്ടിരിക്കുക. നിങ്ങൾക്ക് പൊന്മുടി ഓരോ വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അതാണ് ഗൈസ് പൊന്മുടിയുടെ ഈ സൈഡ് ഫുള്ള് കാണാം. ഈ സൈഡ് ഫുള്ള് കാണാം. ഇത് എങ്ങോട്ട് നോക്കിയാലും കാണാം. കയറ്റം കയറുന്നോണ്ടാന്ന് തോന്നുന്നു ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ചെവി അടഞ്ഞോണ്ടോ? ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് എന്റെ ചെവി അടഞ്ഞു.
ഇല്ല. ഫുൾ ഫേസ് ഹെൽമെറ്റ് ആയതുകൊണ്ടായി തണുപ്പായോണ്ടാ നമ്മളിപ്പോ അതിന് ഇത്ര ഇതായിട്ട് ചെയ്യുമില്ല അതുകൊണ്ടായി. തണുപ്പായതുകൊണ്ട് ചെവി അടയുന്നു. അല്ല മർദ്ദം അങ്ങനത്തെ സംഭവിച്ചു. മറ്റേ മറ്റൊരു ഒരു മർദ്ദമൊക്കെ ഉണ്ട്. മർദ്ദം കൂടുമ്പോ ജോലി മർദ്ദം കാരണം തേയില കൃഷിയാണ് ഇവിടെ മൊത്തം. കാപ്പിയോ അല്ല കാപ്പി കൃഷിയാണ് ഇവിടെ മൊത്തം. മുൻകൂടി ഇതിന്റെയൊക്കെ ഇത് സത്യം പറഞ്ഞ ഇത് കേരള സർക്കാരിന്റെ ആണ്. ഇപ്പൊ എന്തോ നല്ല അടിപൊളി മഞ്ഞുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച കണക്കൊന്ന് പക്ഷെ മഞ്ഞല്ല ഒരു പുക കണക്കല്ലേ ഇരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മഞ്ഞുണ്ട്, കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. വെയിറ്റ് ഉണ്ടായി കേട്ടോ. അതിനിടയ്ക്ക് പുള്ളിയുടെ കോമഡി ഉണ്ടായിരുന്നു. നമ്മൾ ഈ കോട ഇറക്കുന്ന കാര്യം പറഞ്ഞത് പുള്ളി പറയാം വേലിയിൽ നിന്ന് ആരോ സിഗരറ്റ് ഒക്കെ വലിച്ചു എടുക്കുകയാണ്. വെയിറ്റല്ല അതൊരു പറയണ്ട ആൾക്കാർ കേൾക്കണേ. വേറെ കോടയാ ഇതുപോലത്തെ നിലവാരമില്ലാത്ത കോമഡി എന്ന് പറയുന്നത് ഞാനല്ല. ഗൈസ് നമുക്ക് താഴോട്ട് കാണുന്നില്ല, അത്രയ്ക്ക് മഞ്ഞാണ്, കോടയുണ്ട്. ഇത് കോടയല്ല, ഇത് മഞ്ഞാട്ടോ, ഭയങ്കര മഞ്ഞാട്ടോ. വാവ് വാവ് ദാറ്റ്സ് അൺബിലീവബിൾ. അഭിഷേക് എന്താ പറയാനുള്ള, എന്തോ ഈ മഞ്ഞിനെ പറ്റി എന്താ പറയാനുള്ള? അതാ അംശു കേട്ടാണ് മനുഷ്യന്റെ കോമഡി കേട്ടതാ. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു പണി കിട്ടാതെ നമ്മളെത്തി. എന്താ കുറച്ചുകൂടെ എന്ത് പറഞ്ഞേ? എന്നെ ഞാൻ എണ്ണം കെട്ടോ അല്ലേ? നമ്മൾ എണ്ണം കെട്ടന്മാരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഒരിക്കലും നമ്മൾ എണ്ണം കെട്ടന്മാരുന്നു. ഇതിനാണെങ്കിൽ നിങ്ങൾ ജന്മത്ത് കാണാൻ പറ്റുമോ? നല്ലൊരു മഴയുണ്ട്, മഴ പെയ്യുന്ന ലക്ഷണമുണ്ട്, മഴ ചാറുന്നുണ്ട്. നല്ല നിങ്ങൾക്കിപ്പോൾ കാണാം എത്രത്തോളം ഇത് ഫീൽ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ബാക്കിൽ അംശം കാണാൻ പറ്റും, അവരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? നമുക്ക് റോഡ് പോലും കാണാൻ പറ്റും, അത്രയ്ക്ക് മഞ്ഞിട്ട് ഇവിടെ. വണ്ടികളൊക്കെ ഹെഡ്ലൈറ്റ് ഇട്ട് വരുന്നതിന്റെ കാരണം ഒന്നും കാണുന്നില്ല. നമ്മൾ അതിന്റെ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറാൻ പോവാണ്. ഇതാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അങ്ങനെ, ഞാൻ പറഞ്ഞില്ല. കണ്ടോ ഗൈസ് ഇവിടുത്തെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊക്കെ പറ്റുമെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ പൊടി ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മഞ്ഞ് വീഴുന്നത്, മഞ്ഞാതെ മഴയാണ് മഞ്ഞ് പെയ്യുന്നത്. ഗൈസ് ഇതിപ്പോ കുറച്ച് നിങ്ങളാണ് കുറച്ച് നിങ്ങൾ എന്ത് പറഞ്ഞ? ഞാൻ പറയട്ടെ, വാസ്കോ താഴ്ന്ന് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ല. ഭരതണ്ണ ഇത്രയും നേരം നമ്മൾ ഇറങ്ങട്ടാന്മാരായിരുന്നു. ഇത്രയും നേരം നമ്മൾ ഇറങ്ങട്ടാന്മാരായിരുന്നു. അവരുണ്ടാക്കിയത് മഞ്ഞ്. പിള്ളേര് താഴത്തിന്റെ കോടയുടെ കാര്യം പറഞ്ഞു കേട്ടോ. വെളി സേറ്റ് വെച്ചിരിക്കുകയാണ്. എന്താ അങ്ങനെ പറഞ്ഞു? അയ്യ അതൊക്കെ അംശു പറ. എന്താ ഈ കോട മഞ്ഞ്? നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നമ്മുടെ ചുറ്റും നല്ലതണ്ടേ. ഇത് അവർക്ക് അവരെ പോലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത തരം മഞ്ഞ് ഇവിടെ ഉണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഏകദേശം എത്താറായിരിക്കാണ്. പൊന്മുടിയുടെ ബോർഡ്, ശരി, പൊന്മുടിയുടെ ബോർഡ് അവിടെ ഉണ്ട്. നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടാണ്. ഭരത്തൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. എന്താവും അറിയത്തില്ല, അവനെടുത്ത് കൊടുക്കുന്നത് എന്തായാലും കിട്ടത്തില്ല. അപ്പം ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല, നമ്മുടെ മൊത്തം ഒരു പുകമയം. അത് പക്ഷേ നല്ല ക്ലോസ് എടുത്താൽ കിട്ടും, ഒക്കെ എടുത്താൽ കിട്ടും. ഇതേപോലെ ക്യാമറ നമ്മൾ എടുക്കുന്ന പോലെ ഫോട്ടോ എടുത്താൽ കിട്ടും. ഞാൻ ഇതാണോ ആ മരത്തിന്റെ ഇത് കണ്ടോ? അത് കിട്ടിയായിരുന്നു കേട്ടോ. ഇത്രയും നാള് നമ്മളിവിടെ പലവട്ടം ഉണ്ടെങ്കിലും പക്ഷെ ഇതേപോലെ പൊന്മുടി എത്തിയിട്ടുണ്ട്. അടുത്തോണ നമ്മുടെ പൊന്മുടി. നിങ്ങൾ ആദ്യമായിട്ടല്ലേ പൊന്മുടി വരുന്നത്? അതെ. എന്ത് ഇപ്പൊ ഈ ഒരു ഇതിനെ പറ്റി? വളരെ അടിപൊളി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര വെയിലായിരിക്കുമെന്ന്. അങ്ങനത്തെ അവസ്ഥയാണല്ലോ അവിടെ വരുന്നവരെ, ഇവിടെ അടുത്ത് എത്തുന്നവരെയും
നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇത്രയും കാണുന്നത്. പക്ഷെ അവിടുന്ന് നമ്മൾ ചെറിയൊരു കോട കണ്ടപ്പോൾ ആശ്വാസമില്ലായിരുന്നു. ആശ്വാസമാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒട്ടും ഞാൻ പ്രതീക്ഷയില്ല. ക്ലൈമറ്റ് സത്യം പറഞ്ഞ ഗൈസ് ഞാനും ഒട്ടും പ്രതീക്ഷയില്ല ഇവിടെ ഇങ്ങനൊരു ക്ലൈമറ്റിൽ ഈ സ്ഥലം കാണാൻ പറ്റുമെന്ന്. നമ്മൾ കുറെ വട്ടം പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സൂപ്പർ. അടുത്തും തട്ടി താഴെക്കളത് ട്രെയിൻ കൊണ്ട് എടുക്കണമായിരുന്നു. അവരുടെ ബാഗുണ്ട്, നമ്മള് കൈ പിടിക്കേണ്ടി വരും. നമ്മളെ കയ്യില്ല. റേഞ്ച് കട്ടായി കേട്ടോ. എന്റെ കയ്യിൽ 2 സാധനമാണുള്ളത്. മഴ പെയ്യാന്ന് റെയിൻകോട്ടും വെയിലടിക്കാവുന്ന സൺസ്ക്രീനും. അത് പീച്ച് കളർ അല്ല, ഇത് വെയിലത്ത് മാത്രമല്ല സൺസ്ക്രീൻ. അപ്പൊ നീ ചോദിച്ചു എന്തിനാ മഞ്ഞത്തിന്റെ? അപ്പൊ ഇവിടെ മഞ്ഞത്ത് നമുക്ക് ടാൻ അടിക്കും. നമുക്ക് ജീവിക്കണ്ടേ? പ്രൊമോഷൻ ചെയ്യുമ്പോ എന്റെ കണ്ണപ്പൻ റെയിൻകോട്ട് വെക്കണ കണ്ണപ്പനെ ഞാൻ അതിനെന്തുകൊണ്ടാ റെയിൻകോട്ട് എന്നെ റെയിൻകോട്ട് വെക്കോ? ഇല്ല ഇല്ല അന്ന് വെക്കണ്ട. അന്ന് വീഡിയോ എടുത്തരാണ, ഫോട്ടോ എടുത്തരാണ. എങ്ങനെയാ നമ്മൾ ഈ റെയിൻകോട്ട് കൈ പിടിച്ചോണ്ട് നടക്കാൻ പോയി. അതുകൊണ്ട് നമ്മള് റെയിൻകോട്ട് തിരിച്ച് വണ്ടിക്ക് തന്നെ കൊണ്ടുവെക്കാം. ബാഗുണ്ട്, കുട്ടി ബാഗില്ല. നമുക്കൊരു കുട്ടി ബാഗ് മേടിക്കണം. കമ്പനി കുട്ടി. അതാ നമ്മള് തിരിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ വന്നാലും അവൻ എവിടെന്തെങ്കിലും ഒക്കെ ഇവിടെ റേഞ്ചിലല്ലേ വരുത്തണം. നിങ്ങൾ പിന്നെ ഫോൺ എടുത്ത് കണ്ണപ്പ എന്താ പറഞ്ഞ രാമ മഞ്ഞത്ത് ഈ ആംബിയൻസ് വെച്ച് നിങ്ങൾക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നതാണ്. മനസ്സിൽ പാട്ട് വരുമായിരിക്കുമല്ലോ. ഒരു പാട്ട് കോടമഞ്ഞിൽ. അതല്ല അത് നമുക്ക് ഒരു സമാധാനത്തോടെ പോയി ഇരുന്നിട്ട് ഒരു പാട്ട് പാടുമല്ലോ കേട്ടോ. പാടണം. ഈ മഞ്ഞാറ ഏതൊക്കെയാന്ന് അറിയണ്ടേ, എവിടൊക്കെയാന്ന് അറിയണ്ടേ. ഗൈസ് നമ്മള് റോഡ് വഴിയുള്ള നടത്ത നിർത്തി ഒരു കാടിന്റെ നടുക്കൂടെ കയറി പോകാൻ പോവാ. ഇതിന് മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് വെയിലാവും കേട്ടോ. കുഴപ്പമില്ല. മഞ്ഞ ഉണ്ടില്ലേ. ഇപ്പൊ മഴ പെയ്താലോ ആരുണ്ട്? നിങ്ങളെ ഇതെന്തുകൊണ്ട് മീശയുടെ അടിയിലൊക്കെ നിന്റെ നാടിലുണ്ട്. ഇതുണ്ടോ? ഇത്തായോ നിങ്ങൾക്കില്ല മഞ്ഞില്ലെന്ന്. മഞ്ഞില്ലെന്നാ മഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. അവരെന്തേലൊക്കെ പറയാം. അവരാ ചങ്കമ്മ കൂടെ ഉണ്ടെങ്കിൽ ഗൈസ് കണ്ടോ, നമ്മളാണ് ഈ മലയുടെ മണ്ടയില് ഈ കാറ്റ് കണ്ടോ. ഇനി നമുക്ക് ഈ സത്യം പറഞ്ഞ ഈ വെയിലൊക്കെ വന്ന് ഈ മഞ്ഞൊക്കെ പോയാലും പ്രശ്നമില്ല. കാര്യം നമ്മൾ വന്നതിന് എന്തായാലും നമുക്ക് വർത്താണ്. എന്താ ഇപ്പൊ പറയല്ലേ. കണ്ണപ്പൻ ഇത്ര ഉപദേശിച്ചോണ്ട് വന്നേ. കണ്ണപ്പൻ ഇത്ര ഉപദേശിച്ചോണ്ട് വന്നേടാ. ആശാലും ഊക്കല്ലേടാ. ഗൈസ് മേളിൽ നിന്ന് ആരൊക്കെയോ കൂവുന്നുണ്ട്. അടുത്തോണ്ട എടുത്തോ. പറ ഒരു ഇത്രയും നേരത്തെ ഒരു അനുഭവം പറ. നിങ്ങളെല്ലാം ഇപ്പൊ കേൾക്കുന്നതായിരിക്കും. അത്രക്ക് കാറ്റിന്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ വഴിയില്ല. കണ്ട ഇതുണ്ട് മീശയിലും താടിയിലൊക്കെ. അപ്പൊ അത്രക്കുള്ള മഞ്ഞാണ്. കണ്ടപ്പോ അപ്പുറത്ത് മേലൊരു ടവർ കണ്ടോ. നമ്മളിപ്പോ ആ ടവറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൈസണ്ണ ഈ ടവറെന്ന് അറിയാമോ? ഏതാ? ജിയോടെ. ഈ മഞ്ഞത്ത് അനന്തുകൊണ്ട് ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാ ക്യാമറ എടുത്തോണ്ട് വന്നൂടായിരുന്നോ? ക്യാമറ ഹാസ് സം പ്രോബ്ലംസ്. എന്തോ പ്രോബ്ലം? ആ ക്യാമറ വെതർ സീൽഡ് അല്ല. അതൊന്നും പറഞ്ഞ എന്ന് വെച്ചാൽ ആ ക്യാമറക്ക് വെതർ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അത് ഈ മഞ്ഞത്തൊക്കെ കൊണ്ടുവന്ന് അതിന്റെ ലെൻസിലും അതിനകത്തൊക്കെ ലെൻസിലൊക്കെ ഫോഗ് കയറും. പിന്നെ നമ്മൾ അത് ബാഗിൽ ഇട്ടിരിക്കുന്നത് അത് ഇരുന്ന് പൂപ്പലൊക്കെ ഫംഗസ്. ഫംഗസ്. ആ
അപ്പൊ അത് നമ്മള് ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുവരുമ്പോ അത്രയും സൂക്ഷിക്കണം. ഞാൻ പിന്നെ ഒട്ടും സൂക്ഷിക്കാത്തോണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തത്. നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാനല്ലോ. വെളിയെടുത്താലേ ഇപ്പൊ കണ്ടോ നമ്മുടെ കണ്ടോ അതൊന്നും അത് പറ്റി പിടിച്ചിട്ട് അവിടെ ഇരിക്കും, പോത്തില്ല, ഈർപ്പം നിൽക്കും അതിനകത്ത്. നമ്മളത് ഈർപ്പം മറ്റേ ഡ്രൈ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നെ അതിൽ കൊണ്ട് വെച്ചാൽ മതി. ഞാൻ അതൊന്നും വാങ്ങിക്കാത്തോണ്ട് എടുക്കാൻ പറ്റില്ല. ആ ബാഗിലേ വെക്കത്തോളൂ. ബാഗിൽ ഇരുന്ന് പൂത്തോ ഫംഗസ് വരും. ഫംഗസിന് നീ എന്താ പറയാ? അല്ലെണ്ണ ഓ അണ്ണാ ബ്ലഡിലൊക്കെ ഫംഗസോ അങ്ങനൊക്കെ പറയുന്നത് നിനക്ക് വരും. മറ്റേ പാരസെറ്റമോൾ പിടിച്ചു കൊടുക്കാൻ മേശണ്ണം പറഞ്ഞു. ഒരു വ്ലോഗിൽ ഒരു കാര്യം പറയാം, അത് ഊക്കരുത്. ഇതെല്ലാവരും കാണുന്നില്ലേ? മനുഷ്യനായ മറുപടി തിരിച്ചു പറയണം. ഇവനൊന്നും കൊള്ളത്തില്ല, ഇവന്റെ കാര്യം അംശുവിന് ഇഷ്ടമുള്ള ഒരു ഇതിനകത്ത് കമന്റ് ചെയ്യണം കേട്ടോ. അംശു കൊള്ളത്തില്ലെന്ന്. വെള്ള ലവ് അംശുവിന് ഇഷ്ടമുള്ളവര്, ചുമന്ന ലവ് മജീഷന് ഇഷ്ടമുള്ളവര്, പച്ച ലവ് കണ്ണപ്പന് ഇഷ്ടമുള്ളവര്, മഞ്ഞ അനന്തോണ് ഇഷ്ടമുള്ളവര്, കറുത്ത ലവ് എന്നെ ഇഷ്ടം, റോസ് ലവ് ഭരതന് ഇഷ്ടം. റോസ് ലവ് ഭരതനെ ഇഷ്ടമുള്ളവര് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ഓർത്ത് വെച്ചോ. ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ പറയത്തില്ല, നിങ്ങൾ അങ്ങ് സ്കിപ്പ് അടിച്ച് ബാക്കിലോട്ട് കേട്ടോ. 10 സെക്കൻഡ് ബാക്കിലോട്ട് അടിച്ച് ഇത് കാണാം. ഇത് കണ്ടിട്ട് നമ്മളങ്ങോട്ട് താഴോട്ട് പോവാ. താഴോട്ട് പോകാൻ ഭരതണ്ണൊക്കെ എങ്ങോട്ട് വേണം? ഭരതണ്ണും അനന്തോണ്ണും കണ്ണപ്പനും കൂടെ താഴോട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പം അവരുടെ അടുത്തോട്ട് പോവാ. ഇവിടെ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്. കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അത് നല്ല പക്ക ആംബിയൻസ് ഉള്ള ഒരു കിടിലൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ പൊന്മുടി വരുന്നവർ കുറച്ച് പാടാണ് ഈ റോഡിങ്ങനെ താഴോട്ടിറങ്ങാൻ. അപ്പം നിങ്ങൾ വരുമ്പോൾ ഇവിടെ മസ്റ്റ് ട്രൈ ചെയ്യണം. നിങ്ങളൊന്ന് കാണണം. ഞാൻ ആ സ്പോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പോട്ടിൽ വന്നാണ് ഭരതനും കണ്ണപ്പനോട് ഡാൻസ് കഴിയുന്നത്. ഇതാണ് ആ സ്പോട്ട്. ഉയ്യോ, ഇതിന് താഴോട്ട് കൊക്കയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ താഴോട്ട് കൊക്കയാണ്. ഭയങ്കര താഴെ വേണ ചാവും. നീ അവിടെ തുപ്പുണ്ടായിരുന്നോ? ക്യാമറ വരും. കാറ്റുള്ളപ്പം തൂറരുത്. അങ്ങനെ ഒരു ഇതുണ്ട്. കാറ്റുള്ളപ്പം തൂറ്റണം. അങ്ങനെ അല്ല, പാറ്റണം. പാറ്റാണ്, തൂറ്റാണോ? അല്ല, കാറ്റുള്ളപ്പോ തൂറ്റല്ലെന്നല്ലേ? അങ്ങനെ ഒരു പണ്ട് ഈ അരിയാണ് പാറ്റല്ലെന്നാണ്. മറ്റേ അരിയൊക്കെ പാറ്റുമല്ലേ? മുറത്തിയിടും. ഇങ്ങനെ പാറ്റും. അതില് ഈ കല്ലും മുള്ളൊക്കെ എടുത്ത് കളയാൻ. അപ്പൊ അത് കാറ്റുള്ളപ്പോ ഇങ്ങനെ ആക്കി കല്ലും മുള്ളും കാൽക്കുമത്തേ അങ്ങനെ പറഞ്ഞാലോ? സാമിയെ അയ്യോ തുപ്പണ്ട നിങ്ങള്. കവിത വരും തലേന്ന്. തുപ്പ് ഒന്നുമില്ല. മറ്റേ ഇത് പാടാനത് ഇരുന്ന് മറ്റേ പാട്ട് പാടല്ലേ? വന്നിരുന്ന് പാടുക. നാട്ടിൽ ശല്യത്തിലായിട്ട് കുറെ ഇന്നലെ ഉണ്ടായിരുന്ന മറ്റേ എയർപ്ലെയിൻ ഇരുന്നിട്ടേ ഞാനും കേട്ടായിരുന്ന വീഡിയോ. എല്ലാരും ഒരു മാതിരി ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ അത് പൊതുശല്യം അല്ലേ? ശുദ്ധ കഴിഞ്ഞ പുള്ളി അത് 2 കട്ടി ചെന്നടാ ഇങ്ങോട്ട്. ഈ 2 സിറ്റുവേഷൻ ഇങ്ങനെ കാണാം അവർക്ക്. ഈ 2 കൂടെ എടുത്ത് അടിച്ച് എനിക്കല്ല തല ഇറങ്ങും. ട്രാവൽ ബ്ലോഗ് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? എടോ അനന്ത് ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഇവിടുത്തെ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് കളറായാണ് കെല്ലി. ലൈറ്റ് ഉണ്ടോ? അതാ ഇറങ്ങി ഒരു കാട്ടിൽ കൂടെ നേരെ വേറെ മലയുടെ മേളിക്കാം. ഗൈസ്, അനന്തനെയും ഭരതനെയും മിസ്സായിരിക്കാണ്. അങ്ങനെ കണ്ടുപിടിച്ചു. അനന്ത് ബുദ്ധിപരമായിട്ട് ഫ്ലാഷ് ഓൺ ആക്കി. പക്ഷെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് കണ്ടില്ല. ഇവിടുത്തെ മഞ്ഞാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? നമ്മള് ഈ വഴി കൂടെ ഇനി കുറച്ച് എന്തുവാ ഒരു കാട്ടിലോട്ട് പോവാ. നല്ല കിടിലൻ. പക്ഷെ നമുക്ക് നല്ലൊരു ട്രക്കിംഗ് അനുഭവം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചൈസാൻ്റെ ഇനി നമ്മളിതിൽ ഈ വഴി നമ്മൾ അവിടെ ഒരു കാട് കാണുന്നുണ്ടോ? ആ കാട്ടിലോട്ട് പോവാം. കാരണം ഭരതൻ എന്തുകൊണ്ട് ആദ്യമേ പോയി. ഇത് കുറച്ച് ടഫ് വഴികളാണ്. വ്ലോഗ് ചെയ്ത് ഗായ്സ് അവൻ ചെന്ന് ആ മരത്തെ കൊണ്ട് ചിരിച്ചു.
അവിടുത്തെ ആ മരത്തിൽ എൻ്റെ തലയിടിച്ച് ഈ നൊന്ത്. നമ്മളവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അംശുവിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാ. അവൻ ഫോട്ടോ എടുത്ത് അവൻ ഫോൺ മേടിച്ചോണ്ട് അവൻ്റെ കാര്യം നോക്കി പോയി. പക്ഷേ ഗൈസ് ഒരു കാര്യം കാണിച്ചു തരാം. എന്തുവാണ് ആവശ്യം ഇത്? അത് കണ്ട നീ കള്ളനാന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് അടിക്കുമല്ലേ? ഇത് വഴി പോയിട്ടുണ്ട്, വഴി തെറ്റിന്ന് തോന്നുന്നു. ഇല്ലില്ല, അതെ നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. വേറെ ഏതോ ഒരു വഴിയിലൂടെ വേറെ ഏതോ വഴിയിലുണ്ട്. അവിടെ ഡാൻസ് ആണ്, ഡാൻസ്. ആ കാടുള്ള കാട്ടിൽ കൂടെ വന്നിട്ട് ഇതിപ്പോ ഇത് ഏത് വഴി? പൈസ എന്നെ കൂട്ടാതെ ഇത് എങ്ങോട്ടാണെന്ന് അറിയാമല്ലേ? ഇത് ഈ വഴിയിലാണ് നിങ്ങൾ പോയത്? കിട്ടി പൈസ വരെ കിട്ടി. ആക്ച്വലി ഗൈസ് നമ്മുടെ പൊക്കത്തിന് ഇവിടെ എന്തോ കാട് വളർന്ന് നടക്കുക. അപ്പം അത് മറ്റില്ല ദേഹത്തോണ്ട് മുറിയുന്ന അതുണ്ടല്ലോ, അതാ വളർന്ന് നടക്കുന്നത്. അതുകൊണ്ട് അനന്തുകൊണ്ടും മരത്തുണ്ടെല്ലാം അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ച് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവരോട് തൊട്ട് സംസാരിക്കാം. കണ്ടോ അവിടെ കുറച്ച് പേര് ഒരു ഡ്രസ് കളറിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. റീൽസിൻ്റെ ഷൂട്ടിങ്ങോ അങ്ങനെ എന്താ പരിപാടിയാണ്. എല്ലാവരും ഒരേ കളറിൽ ഡ്രസ്സ് ഇട്ട് നമ്മുടെ ബാക്കിൽ അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ആണോ നോക്കുന്നത്? കാറ്റടിക്കുമ്പം ഈ മുളയുടെ ഇടയിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല കാറ്റടിക്കുമ്പോ കേൾക്കുന്നുണ്ടോ? ഫോട്ടോ എടുക്കണോ? എനിക്ക് ഈ ഫ്രെയിം വിത്തിന്റെ ഫ്രെയിം എടുത്ത വിത്തിന്റെ ഫ്രെയിം, ഞാനൊരു ഫ്രെയിം, അതിനകത്ത് അല്ല ഇതൊരു ഫ്രെയിം. ഞാൻ കേൾക്കുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഇല്ല, അതിപ്പോ ഇല്ല. എന്നെപ്പോഴും കേട്ട് ഗൈസ് അത് കാറ്റടിച്ച് അതിനകത്തൂടെ മുളയ്ക്കകത്തൂടെ കാറ്റ് വിസർജനം പക്ഷെ കേറി ഇറങ്ങിപ്പോന്നതാണ്. അവർക്ക് റീലിടണ്ടേ? അപ്പൊ ഇവിടുത്തെ പൊന്മുടിയുടെ പട്ടിക്കുട്ടികളാണ്, രണ്ടുപേരുണ്ട്. 1, 2 ഓ ആ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ മണ്ണ് കടിച്ച് തിന്നാനുള്ള വെപ്രാളത്തിലാണ് ഗൈസ്. അതുകൊണ്ട് അവൻ അവിടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻസ് ചെയ്തോണ്ടാ. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം അവിടുത്തെ മഞ്ഞൊക്കെ നമ്മൾ കുറേ നേരമായിട്ട് കണ്ട് മഞ്ഞൊക്കെ മടുത്തില്ല. പക്ഷേ മഞ്ഞ് വേണ്ട നമുക്ക്. എന്തിനാ ഇങ്ങനെ മഞ്ഞൊക്കെ എന്തിട്ട് ഇങ്ങനെ ചിരിക്കുന്നേ? അങ്ങനെ നമ്മൾ അതൊക്കെ താഴോട്ട് പോവാ. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടുന്ന് വന്നതെന്നുള്ള വഴി നമ്മൾ മറന്നുപോയി. അപ്പോൾ നമ്മളിങ്ങനെ അതുകൊണ്ട് നമ്മൾ താഴത്തെ മഞ്ഞെല്ലാം കണ്ടിട്ട് നമ്മളിനി മേളിലത്തെ മഞ്ഞെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടുന്ന് ഞാൻ താഴത്തെ മഞ്ഞ് കാണാൻ പോകുന്ന ഇപ്പോൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തോ ശരിക്കും പറഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടി ഇങ്ങനെ പോവാ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള വഴി അതൊന്നും ഒരു ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞൂടാ. എന്തായാലും നോക്കട്ടെ. പിന്നെ മഞ്ഞൊക്കെ സത്യം പറഞ്ഞാൽ കണ്ട് അടുത്ത് മഞ്ഞൊക്കെ വേണ്ട. എന്തിനാ മഞ്ഞൊക്കെ? വെയിൽ കണ്ടാൽ മതിയായിരുന്നു. ാണ്ട് നമ്മളെല്ലാം കൂടെ പോകാൻ ഈ സമയം ഇപ്പോൾ 11 മണി അടുപ്പിച്ചായി. പക്ഷേ ഈ മഞ്ഞിന് ഒരു കുറവുമില്ല, മജീഷന്റെ ഊക്കിനും ഒരു കുറവുമില്ല. ആക്ച്വലി ഇന്ന് ലീവാണ്. നമ്മൾ ലീവായതുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടും ഭരതന് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഭരതന് ഇപ്പോൾ വീഡിയോ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ഭരതന് ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കണ്ടന്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കില്ലെന്ന് നോക്കാം. ഈ മഞ്ഞത്ത് 2 മദാമ്മമാര് പാറപ്പുറത്ത് കിടക്കുന്നു. തുറക്കൊന്ന് നോക്കട്ടെ. മോനാണ് സൂര്യൻ ആകാശ് ആസ്ക. നമ്മൾ നിൽക്കുന്നതിന് നേരെ ഫ്രണ്ടില് ട്രെയിനില്ല. നമ്മൾ നിൽക്കുന്നതിന് നേരെ താഴെ കൊക്കയാണ്. ഭയങ്കര കൊക്ക. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മുടെ കൊക്ക കാണാൻ പോയിട്ടുണ്ട്. കൊക്ക ഗൈസ് നമ്മൾ അപകടകരമായ ഒരു വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അംശു പോയി കാണിച്ച ഒരു വ്യൂ പോയിന്റ്. അടിപൊളി ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ആ വ്യൂ കാണിച്ചു തരാം. എന്തുവാടാ ഇത്? അവിടെ കണ്ടോ ആ പാറയുടെ എൻഡില്? എനിക്ക് അവിടുന്ന് താഴോട്ട് മറ്റേ സ്ലോപ്പും ഒക്കെ ആയിരിക്കും. ഇതിപ്പോ ഇവിടുന്ന് വേണേൽ ഇവിടെ എഴുത്തല്ലേ ഉള്ളൂ. താഴോട്ട് പോവാന്ന്. അവിടെ പോണ്ട, അങ്ങോട്ട് പോണ്ട. അംശു പോണ്ട, നാശത്തിലേക്ക് അതിന് പോക്ക്. ആ മരം നിൽക്കുന്നുണ്ടോ? അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ അടുത്ത് പോകുന്നത്
കുറച്ചും കൂടെ ഡേഞ്ചർ ആയിട്ടുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്ന ആരും ഇങ്ങനെ ഈ പൊന്മുടി വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോകരുത്. അംശു കാണേണ്ട അവിടെ നിൽപ്പുണ്ട്. അനന്തുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്താറായി. ഒന്ന് നോക്കാം അവിടെ എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു വ്യൂ ഒന്നും കാര്യങ്ങളൊന്നും. എന്തായാലും അവിടെ നല്ലൊരു കൊക്കയാണ്, അത് നമുക്ക് ഉറപ്പാണ്. ഗൈസ് ഇതാണ് നമ്മൾ വന്ന ആ സ്ഥലം. ഇതിന് താഴോട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, താഴോട്ട് ഭയങ്കരമായിട്ടുള്ളൊരു കൊക്ക പോലെ ഒരു ഗർത്തം പോലെ ആണ് അവിടെ കാണുന്നത്. നമ്മളതുകൊണ്ട് ഇവിടെ തിരിച്ചു പോകാൻ പോവാം. ആക്ച്വലി കാണുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ഇങ്ങോട്ട് അങ്ങനെ വരണ്ടെന്ന് തന്നെയാണ്. ഗൈസ് എന്തായാലും നമ്മൾ ഈ ഇത് കാണണമെന്ന് വെച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എന്തായാലും നമ്മൾ ആ പോയിന്റ് എത്തി, അത് കണ്ടു. അല്ലേ തോട്ടം വീട് ഇരിപ്പുണ്ട്. അപ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നല്ല ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പിള്ളേരെ കുട്ടികളോ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. ഇങ്ങോട്ട് പിള്ളേരൊന്നും വരല്ലെന്ന് പറ. ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്തില്ല, കാരണം കുറച്ച് റിസ്ക് ആണ് ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും അത്യാവശ്യം നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ആരും വരാതിരിക്കുന്നതാണ് നല്ലത്. പിള്ളേർ കാണുന്നുള്ളത് ഓക്കെ. ഒരു ദിവസം ഇവിടെ വരെ വന്നിട്ട് ഇത് കണ്ടില്ല എന്നുള്ളത് തോന്നിട്ടില്ലേ. ഇപ്പൊ നാളെ ഇപ്പം വേറെ ആരെങ്കിലും ഒക്കെ ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് വീഡിയോ എടുത്ത് സ്റ്റോറി ഇടുമ്പോഴത്തേക്ക് നമ്മൾ അയ്യോ നമ്മൾ പോയിട്ട് അവിടെ പകുതി വരെ പോയിട്ട് തിരിച്ചു വന്ന സ്ഥലമല്ലേ നമ്മൾ വിചാരിക്കരുത്. അടുത്തന്നെ അപ്പുറത്ത് അതുകൊണ്ട് 2 കുഞ്ഞി തല ഉണ്ടോ, മജീഷനും കണ്ണപ്പനും. അപ്പോൾ ഇവിടുന്ന് നല്ല മഴക്കോള് വരുന്നുണ്ട്. ഞാനും മജീഷനും റെയിൻകോട്ട് ഇട്ടില്ല. വന്ന വഴി ഇപ്പൊ നമുക്ക് എല്ലാം കാണാം. മഞ്ഞൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അതിൽ വെയിലൊന്നുമില്ല കേട്ടോ ഗൈസ്, വെയിലൊന്നുമില്ല. മഞ്ഞൊക്കെ പോയിട്ട് നമ്മൾ വന്ന വഴി അങ്ങോട്ട് തിരിച്ചു പോവാ. നേരത്തെ കണ്ട ആ ടീമിന്റെ ഡാൻസ് പ്രാക്ടീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അവരുടെ ഡാൻസ് പ്രാക്ടീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി ഗൈസ് നമ്മൾ അവിടുന്ന് കാണാം, ഇതെങ്ങനെ കാണിക്കും. അവിടുന്ന് നമ്മൾ കറങ്ങി ഇങ്ങനെ പുറകെ കൂടെ വന്ന് എല്ലാം അവിടുത്തെ ആ ഒരു വ്യൂ എല്ലാം നമ്മൾ കണ്ട് മറ്റേ ടവറിൻ്റെ അവിടെ പോയി. പിന്നെ അവിടുന്ന് താഴെ ഇറങ്ങി ഒരു കാട്ടിൽ കൂടെ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി ഇരുന്ന സ്ഥലത്തോട്ട് നടക്കുവാണ്. നമ്മളിനി ഇവിടെ ഏതെങ്കിലും ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ടോ നോക്കിയിട്ട് അവിടെയും കൂടെ പോയി. നമ്മൾ വന്ന സ്ഥലത്ത് കുറെ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട്, വെയിലുള്ളതുകൊണ്ട് അതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിങ്ങോട്ട് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ താഴെ നിന്നപ്പോൾ കണ്ട കുറെ സാധനങ്ങളൊക്കെ നമുക്ക് പോയി നോക്കണം. പിന്നെ ഇങ്ങോട്ട് ഏതെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും കൂടെ നോക്കണം. സമയം എത്ര 12 മണിയായി? ഏകദേശം 11:30 കഴിഞ്ഞ് 12 മണിയാവാൻ തോന്നുന്നു. പക്ഷെ ഇവിടെ ഇത്രയും സമയമായിട്ട് ചൂടെടുക്കുന്നില്ല. ആ എന്താ ചെറിയൊരു ചൂടുണ്ടോ? ചെറുതായിട്ട്, അത് ഈ ഡ്രസ്സിന്റെ. നമ്മളെന്തായാലും ഇങ്ങോട്ട് വണ്ടി ഇരിക്കുന്നിടത്തോട്ട് പോയിട്ട് എന്ത് തീരുമാനം നോക്കിയിട്ട് ബാക്കി നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. ഇവിടുത്തെ നമ്മൾ പൊന്മുടിയിലോട്ട് കയറുമ്പോൾ ഉള്ള ആടിന്റെ പ്രതിമയാണ്. ആട് കറക്റ്റ് ഇതുണ്ടോ, പ്രൊട്ടക്ട് ഫോറസ്റ്റ് ആൻഡ് കൺസേർവ് വൈൽഡ് ലൈഫ് പൊന്മുടി എക്കോ ടൂറിസം. അതായത് നമ്മൾ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. നമ്മളിനി നമ്മുടെ ഈ പൊന്മുടി ട്രിപ്പിൻ്റെ ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പൊന്മുടിയിൽ അവസാനമായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു വലിയൊരു പാറ കയറിക്കൊണ്ടിരിക്കുക. നമുക്ക് അതിൻ്റെ മേളിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കാം. ഈ പാറയാണ് നമ്മൾ കയറുന്നത്. നമ്മളങ്ങനെ മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് മല. വന്നിട്ടുണ്ട്. കണ്ടേ, ക്ഷീണിച്ച്. നമ്മളങ്ങനെ അവസാനത്തെ ലൊക്കേഷനും അവസാനത്തെ മലയും കയറി ഇറങ്ങുകയാണ്. നീ പറയുന്ന വേറെ, ഞാൻ പറയുന്നത് വീണ 3 ഒരുമിച്ച് വീഴും. അല്ലാതെ ഹുക്കിടാ. അപ്പൊ നമ്മളിപ്പോ നമ്മൾ ഇവിടുന്ന് പൊന്മുടിന്ന് തെന്മലയും കൂടെ ഒന്നിച്ച് പൊന്മുടിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട്. അപ്പൊ നമ്മള് പൊന്മുടിന്ന് നമ്മൾ വിട പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു. എല്ലാ ക്ലൈമറ്റും നമുക്ക് കിട്ടി. രാവിലെ നമുക്ക് മഞ്ഞുണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ ബ്ലോഗിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് വെയിലായി. കുറച്ചു നേരം ഇവിടെ നമുക്ക് മഴയും കൂടെ കിട്ടും. നമ്മൾ അതുവരെ നിൽക്കുന്നില്ല. നമുക്ക് കിട്ടുന്നതിന് മുമ്പ് വീടെത്തണം. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഫുഡ്, കാറ്റിന്റെ സൗണ്ടിന് പോലും എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. അതെ അതെ. അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഒരു ചെറിയ പ്ലാനുണ്ട്. ഇനി അപ്പം നമുക്ക് ഈ പോകുന്ന വഴി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ വ്ളോഗിൽ പറയാം. അപ്പം അതുവരേക്ക് നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണുന്നവരെ നമുക്ക് കണ്ടോ. ഇതാണ് നമ്മൾ ഇവിടെ വന്നപ്പം മഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാതിരുന്ന
ആ സ്കൂട്ടർ പർവ്വതനിരകൾ, സഹ്യപർവ്വതം. ഇതാ പൈസയുടെ റിവ്യൂ പറയാനാ നമ്മുടെ ഈ പൊന്മുടി ട്രിപ്പിന്. ഇന്ന് വന്ന് എന്തായാലും നല്ലൊരു സമയത്തായിരുന്നു. നമ്മൾ 8:30 ആയപ്പോഴത്തേനും കയറി. ആ സമയത്ത് തന്നെ വരാൻ നോക്കുക. ഇവിടെ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഇതിലും ക്ലൈമറ്റ് ആയിരുന്നു. കയറുമ്പോൾ നമുക്ക് റോഡോ കാര്യങ്ങളൊന്നും വേറെ വണ്ടികളോ വരുന്നത് കാണാൻ പറ്റുന്നില്ല. ഇത് സൂപ്പറായിരുന്നു. അല്ലാണ്ട് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെയിൽ ഇങ്ങനെ മൂടി കിട്ടിയിട്ടുള്ളൂ. മഴയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഈ സമയത്ത് മഴയൊക്കെ പെയ്യുന്നത് ഓക്കെ. മാക്സിമം നിങ്ങളൊരു 8 മണിക്ക് ഇത് ഓപ്പൺ ആകുമ്പോൾ 8 മണിക്ക് തന്നെ വരാൻ നോക്കുക. അല്ലേ അറിയായിരിക്കും. ഒരുവിധം എല്ലാവരും വന്ന് കണ്ട് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല അനുഭവമായിരുന്നു. ഞാൻ മറ്റേ വയനാട് തിരുവാഹം കൊണ്ടൊക്കെ പോയിട്ട് അതേ ഒരു അനുഭവം എനിക്ക് ഇവിടെ കിട്ടി. നല്ല രസമായിരുന്നു. ടാറ്റാ.